സർവകലാശാലയിൽ വരുന്നതിന് മുമ്പേ ലാലേട്ടനെ കണ്ടിട്ടുണ്ട്, അവിടെ വരുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിൽ കൂടുതലുള്ളൊരു ബന്ധങ്ങൾ ഇല്ല. നല്ല സർവകലാശാലയിൽ വന്നപ്പോൾ ലാലേട്ടൻ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി, കഴിഞ്ഞ രാജേഷൻ്റെ വീട്ടിലൊക്കെ ഉള്ള ആളാണ്, വേണുചേട്ടനുമായിട്ട് അടുത്ത ആളാണെന്നൊക്കെ. അപ്പോൾ അന്ന് സംസാരിക്കായിരുന്നു. പിന്നെ ഒന്നാമത്തെ ലാലേട്ടനൊക്കെ താമസിക്കുന്ന വേറെ ഹോട്ടലിൽ, നമ്മൾ താമസിക്കുന്ന വേറെ ഒരു ചെറിയ ലോഡ്ജിലാണ്. അപ്പം സെറ്റിൽ വെച്ച് കാണുമ്പോഴുള്ള സൗഹൃദം പലപ്പോഴും കണ്ടാൽ സംസാരിക്കും, കാര്യങ്ങളൊക്കെ ശരി തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണുചേട്ടൻ്റെ കിഴക്കുടനും പക്ഷി ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ലാലേട്ടനുമായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആവുന്നത്. അതിനുശേഷം ഇന്നോളം വളരെ നല്ല ബന്ധം തന്നെയാണ്. ഞാൻ അങ്ങനെ എൻ്റെ ഒരു ചേട്ടനെ പോലെയാണ് കണ്ടത്. അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറായിട്ടോ അങ്ങനെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പദവിയിലോ ഒന്നും അല്ല ഞാൻ കാണുന്നത്. ഞാൻ അങ്ങനെ എൻ്റെ ചേട്ടനെ പോലെയാണ് കാണുന്നത്. ഞാൻ എപ്പോഴും അതുപോലെ തന്നെയാണ് പെരുമാറുന്നത്. അങ്ങനത്തെ ഒരു ബന്ധമാണ്. മഴവിൽ കൂടാരം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട വേഷമാണ് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ അതിനകത്ത് 4-5 ചെറുപ്പക്കാരാണ്. ഞങ്ങളെ എല്ലാവരും കൂടെ ഇരുത്തിയിട്ട് ഡയറക്ടർ സിദ്ദിഖ് ഷമീർ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ പ്രീവിയസ് ഡേ ഞങ്ങളെല്ലാവരും എത്തി. ഞാൻ, ഇടവേള ബാബു, എല്ലാവരും എത്തി. ഞങ്ങളെ ഇരുത്തിയിട്ട് ആ റൂമിനകത്ത് ഇരുത്തിയിട്ട് അസോസിയേറ്റ് ഡയറക്ടർ, പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. ഇവർ എന്നിട്ട് ഈ ഡയറക്ടർ കഥ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു. ഞങ്ങൾക്ക് എല്ലാവരും കേൾക്കത്തക്കണം. എന്നിട്ട് വായിച്ചിട്ട് ഞങ്ങളുടെ കഥാപാത്രങ്ങൾ പറഞ്ഞു തന്നു. എല്ലാം ഒരു 2 മണിക്കൂർ ഞങ്ങളെ ആ കഥാപാത്രവുമായിട്ടും കഥയുമായിട്ടും പരിചയപ്പെടുത്തി. ഫസ്റ്റ് സോങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ കൂടെ ഒരു സോങ് ഞാൻ ലീഡ് ചെയ്ത് ഡാൻസ് ചെയ്ത് പാടിയിട്ടുള്ളൂ. അത് ആലയിലോ പുലയിലോ ആണ്, പ്രണയവർണ്ണങ്ങളിനകത്ത്. അതല്ലാതെ ഒരുപാട് പടങ്ങളിനകത്ത് പാട്ടിൽ വരികൾക്കിടയിൽ കയറുകയും പിന്നെ ചിലതിനകത്ത് ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തിനകത്ത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനും അമ്പിളിച്ചേട്ടനും കൂടെ ഒരു മതിലിൻ്റെ മുകളിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. അയ്യോ, അത് വേറെ ആരും സോമരാജ് ഉണ്ടായിരുന്നു തോന്നുന്നു, മറ്റേ കോട്ടയം സോമരാജ് ഉണ്ടായിരുന്നു തോന്നുന്നു, മതിലിൻ്റെ മുകളിൽ. എനിക്കാണെങ്കിൽ ഈ ഹൈറ്റിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഭയങ്കര രസമായിരുന്നു അത്. നായിക ഉണ്ടായത് ഒരു പടം എന്ന് പറഞ്ഞാൽ അത് നായിക ഉണ്ടായതല്ല, നായികയ്ക്ക് ഞാൻ നായകനായെന്നേ പറയാക്കുള്ളൂ. കാര്യം ആ സ്ത്രീക്കായിരുന്നു കഥാപാത്രം അല്ല പ്രാധാന്യം. അടൂർ സാറിൻ്റെ 4 പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു കഥയിൽ ഗീതു മോഹൻദാസിനെ ഗീതുവാണ് അതിനകത്ത് പ്രധാന കഥാപാത്രം. കന്യക എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നത് ഗീതു മോഹൻദാസാണ്. ആ കഥയുടെ പ്രധാന കഥാപാത്രം കന്യക. അപ്പോൾ ഗീതുവിൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിച്ചത് നാരായണൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാനാണ് ചെയ്തത്. അപ്പം ജീവിതത്തിൽ അങ്ങനെ നോക്കിയാൽ ആ കൂടെ ഒരു പ്രാവശ്യമേ ഒരു നായിക എന്ന് പറയാൻ, അതും ഗീതു മോഹൻദാസിൻ്റെ കൂടെ അഭിനയിച്ചു ആ കഥയിൽ. ഈ ബ്ലോക്ക് ബസ്റ്ററായിട്ട് ഓടിയ പടമല്ല അത്. ഒരു പ്രത്യേകതരം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല സിനിമയായിരുന്നു. പക്ഷേ ഒരുപാട് അഭിപ്രായം നല്ല കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പറയുകയും ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഒരു 100 ഡേയ്സ് ഫിലിമായിട്ട് അത് ഓടിയില്ല. പക്ഷേ അത് ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്തത് അതിനെ ലോകത്ത് പല രാജ്യങ്ങളിലും ആ പടം അടൂർ സാറിനെ വിളിച്ചിട്ട് അദ്ദേഹം ഈ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ പോയി. സർവകലാശാലയിൽ തന്നെയാണ് ഡബ് ചെയ്തത് ആദ്യമായിട്ട്. അല്ല, ഡബ്ബിങ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഡബ് ചെയ്തത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സാധാരണ ഡബ്ബിംഗ് സ്റ്റുഡിയോയും ചിത്രാഞ്ജലി സ്റ്റുഡിയോയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സാധാരണ ഡബ് ചെയ്യാനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്പേസാണ്, ആ ബൂത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ബൂത്താണ്. പക്ഷേ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ഡബ്ബിംഗ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ബൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം പോലെയാണ് കിടക്കുന്നത്. വലിയ അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ട്. അതിനകത്ത് സ്വിമ്മിംഗ് പൂളല്ല, ചെറിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട്, വെള്ളത്തിൻ്റെ എഫക്ട്സ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്ക് വരെ ഉണ്ട്. അപ്പോൾ അത്രയും വലിയ സ്ഥലം, വലിയ സ്ക്രീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു. അപ്പം അതിനകത്താണ്. അപ്പം അന്നത്തെ കാലഘട്ടത്ത് ഒരുപാട് സിനിമകൾക്ക് അവിടെ നമ്മൾ വേണുചേട്ടൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ടു ചില സൗണ്ടുകൾ കൊടുക്കുക. അന്ന് ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഒന്നും ഇവിടെ അത്ര ഇതായിട്ടില്ല. മദ്രാസിലൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെ അസോസിയേഷനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആർക്കും വേണമെങ്കിൽ ഡബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി അന്നത്തെ കാലത്ത് ഡബ്ബിക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ചിത്രാഞ്ജലി പോകുമ്പോൾ ഒരു നമ്മളെന്താ പറയുന്നത്, ഒരു ഒരു വിനോദസഞ്ചാര ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്നത് പോലെയാണ്. കാര്യം നല്ല രസമാണ്, ലാൻഡ്സ്കേപ്പിലൊക്കെ പോയിരിക്കുകയും. അപ്പോൾ ഡബ്ബിങ്ങിന് പോകുന്ന ഒരു പ്രത്യേക സുഖമാണ്. ആരും 1-2 പേരെ കണ്ട തിരിച്ചറിഞ്ഞു തന്നെ, പക്ഷെ വേറെ ആരും തിരിച്ചറിഞ്ഞില്ല. ഭയങ്കര ഒരു സന്തോഷം, മാനസികമായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അടുത്തിരിക്കുന്ന അടുത്ത് എൻ്റെ ഫ്രണ്ട് ആരും എൻ്റെ കൂടെ വന്നതിന് ഓർമ്മയില്ല. പക്ഷേ അവരൊക്കെ പറഞ്ഞു എന്നെ കണ്ടാൽ സഹിക്കില്ലായിരുന്നു. ഭയങ്കര ഒരു ഭീകരമായ ഒരു രൂപം. എന്നിട്ട് അതിനകത്ത് ഒരു ഷോട്ട്, എനിക്ക് ഒരു ക്ലോസപ്പ് ഉണ്ട് ആ പടത്തിനകത്ത്. അതായത് ഞാൻ ഫോട്ടോ എടുക്കും, പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് നേരെ വന്ന് എൻ്റെ ഈ ക്യാമറ പിടിച്ച് വാങ്ങിക്കും. എന്നിട്ട് തുറന്നിട്ട് ഫിലിമിനെ വലിച്ചൂരും. എന്നിട്ട് എൻ്റെ കഴുത്തിൽ കൂടെ ചുറ്റിയിട്ട് പറയും, ഇനി ഇതും കൊണ്ട് കണ്ട അടിച്ചിൻ്റെ മോന്ത കുഞ്ഞ പോലെ ആക്കി കളയും ഒരു ഡയലോഗ് പറയാനുണ്ട്. അപ്പോൾ ഒരു ക്ലോസ് ഉണ്ട് എൻ്റെ. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ തുപ്പലിറക്കും. അപ്പോൾ ഈ എല്ലും തോലും ആയതുകൊണ്ട് ഈ ആഡംസ് ആപ്പിൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുക, ഇതിങ്ങനെ മോളിൽ പോയിട്ട് താഴെ വരും.
അതൊക്കെ ഇപ്പം കാണുമ്പോൾ ഉണ്ടല്ലോ എന്നിട്ട് പിന്നെ ഒരു വലിയ ഉടുപ്പ് ഇങ്ങനെ പോണ കാണാം. എന്നെ കാണാക്കില്ല, ഞാൻ അതിനകത്ത് ചെറിയൊരു രൂപ ഒരു ഉടുപ്പ് മാത്രം ഇങ്ങനെ പോകും. അന്ന് ഞാൻ ഈ വലിയ ലൂസ് ഷർട്ട് ഒക്കെ ഇടുമായിരുന്നു. ഇന്നും ആ ശീലമുണ്ട്, ഞാൻ ഇപ്പോഴും ലൂസ് ഷർട്ടാണ് ഇടുന്നത്. അപ്പോൾ ലൂസായിട്ടുള്ള ഷർട്ട് ഇട്ടിട്ട് ഒരു എന്താ പറയുക ഒരു പാതാളക്കാരൻ്റെ ഒരു സാധനം ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരി വരും അതൊക്കെ കാണുമ്പോഴത്തേക്കും. നല്ല രസമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ. പ്രേക്ഷകർ ഇല്ലെങ്കിൽ നമ്മളില്ല. നമ്മുടെ അടുപ്പിൽ അരി വേവണമെങ്കിൽ പ്രേക്ഷകർ വേണം. അപ്പം എന്താ പറയുന്നത്, എല്ലാവരും സിനിമ കാണണം, നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ അത് ആദ്യം പറയണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ തെറ്റുകൾ കണ്ടിട്ട് വെറുതെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നന്നായിരുന്നു കേട്ടോ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് മോശമായിരുന്നെങ്കിൽ അത് ചെയ്തത് ശരിയായില്ല, ആ ലുക്ക് ശരിയായില്ല, അത് ഇനി മാറ്റണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കും.